വന്നിട്ട് നമ്മളിനി പുറത്തോട്ട് പോകുമ്പോൾ അവിടുത്തെ കാഴ്ചകളോടെ കാണാവേ. അങ്ങനെ അച്ചായി ഇതേ അമ്പലത്തിൽ പോയിട്ട് വന്നിട്ടുണ്ട്. ഒരു ഹായ് കൊണ്ട് അച്ചായി, ഇങ്ങോട്ട് നോക്കി ഹായ് കൊണ്ട്. അച്ചായി വന്നിട്ടുണ്ട്. ഞങ്ങൾ കൊല്ലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ആദ്യം എങ്ങോട്ടാ പോന്നെ? കോട്ടക്കൽ പോവാം. ഞങ്ങൾ ആദ്യം കോട്ടക്കൽ ആയുർവൈദ്യശാലയിൽ പോവുകയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ തെങ്ങയ്യത്ത് അമ്പലം. അങ്ങനെ തെങ്ങിയത്ത് അമ്പലം എല്ലാം കഴിഞ്ഞാണ്ട് നമ്മൾ നമ്മുടെ ഇഞ്ചക്കൽ അമ്പലത്തിനടുത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇവിടെ വലിയൊരു തണൽ തരുന്ന വലിയൊരു ആൽമരം ഉണ്ടായിരുന്നേ, അതെല്ലാം മുറിച്ച് കളഞ്ഞ്. പിന്നെ റോഡാണെങ്കിൽ റോഡിൻ്റെ താറിങ്ങും പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ എല്ലാ റോഡും കുത്തി ഇളക്കി ഇട്ടേക്കുന്ന ഒരു പരുവത്തില്ല കേട്ടോ, കണ്ടില്ലേ? അതുകൊണ്ട് വണ്ടിയൊക്കെ പോകാനും ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഞങ്ങൾ നേരെ നമ്മുടെ കോട്ടയ്ക്കൽ ആര്യപരീശാലയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മുടെ ചിന്നക്കടയിലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആര്യപരീശാല എടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ വണ്ടി പാർക്ക് ചെയ്യുന്ന പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, വലിയ വണ്ടികൾ പോകുന്നത് കൊണ്ട് തന്നെ. അപ്പോൾ എനിക്ക് ഈ പ്രാവശ്യം ഡോക്ടറെ കാണേണ്ട ആവശ്യമില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നേരിട്ട് അവിടെ ബില്ലടച്ചിട്ട് മരുന്ന് മേടിച്ചാൽ മതിയാണേ. നമ്മൾ ആദ്യം അവിടെ മരുന്ന് മേടിക്കണേ, ബില്ലടയ്ക്കണേ. ബില്ലടച്ചിട്ട് വേണം ആ ബില്ല് ഇവിടെ കൊണ്ടുവന്ന് നമ്മുടെ ഇവിടെ ഫാർമസി കാണിക്കുമ്പോഴാണ് നമുക്കവർ മരുന്നും കാര്യങ്ങളൊക്കെ തരുന്നത്. ഇനി എനിക്ക് സൺസ്ക്രീൻ മേടിക്കണമായിരുന്നേ. അപ്പോൾ അത് മേടിക്കാനായിട്ട് നമ്മൾ നമ്മുടെ ചിന്നക്കടയിൽ തന്നെ ഉള്ള അയ്യപ്പയിലാണ് വന്നേക്കുന്നത്. അയ്യപ്പയിലാണെങ്കിൽ ഇല്ലാത്ത ഒരു സാധനവും എല്ലാ ഐറ്റംസും ഉണ്ട് അവിടെ കേട്ടോ. ബുക്കും അതും ഇതും എല്ലാം ഉണ്ട്. ബുക്കിനാണെങ്കിൽ നല്ല ഓഫറും കാര്യങ്ങളൊക്കെ അയ്യപ്പാലും ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാനാണെങ്കിൽ എനിക്ക് വേണ്ട സൺസ്ക്രീൻ ആണെങ്കിൽ ഒന്ന് നോക്കിയിട്ട് അതില്ല. ഞാനൊരു 2-3 കടയിൽ നിന്ന് നോക്കി, അവിടെയും ഒന്നുമില്ല. അപ്പോൾ ഇവിടെ ആണെങ്കിൽ വേറെ സൺസ്ക്രീനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്ന അല്ലാതെ വേറെ ഒരെണ്ണം യൂസ് ചെയ്താൽ ശരിയാവത്തില്ല. പിന്നെ എപ്പോഴും വരുന്ന എനിക്ക് എടുത്തു വരുന്നൊരു കൊച്ചുണ്ടായിരുന്നു, എപ്പോൾ വന്നാലും. ആ കൊച്ചിന്ന് അവിടെ ലീവായിരുന്നു കേട്ടോ. ഇനി അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നമ്മുടെ പുളിമൂട്ടിൽ